ഹലോ എവരിവൺ, SSC GD 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സാം സെൻറ്റേഴ്സ്, ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിലൂടെ വേഗം നോക്കിപ്പോകാം. ആദ്യം തന്നെ അപ്ലിക്കേഷൻ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1/12/2025 മുതൽ 31/12/2025 വരെയായിരിക്കും ഓൺലൈനായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് 2026 ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 21,700 മുതൽ 69,100 വരെയായിരിക്കും. അടുത്തത് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസീസ് 25,487 ആണ്. അതിൽ മെയിൽ കാറ്റഗറിയിൽ 23,467 വേക്കൻസീസും ഫീമെയിൽസിന് 2,020 വേക്കൻസീസുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് CISFലേക്കാണ്. അവിടെ മെയിൽ കാറ്റഗറിയിൽ 13,135 ഫീമെയിൽസിന് 1,460 വേക്കൻസീസ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതനുസരിച്ച് വേണം പ്രിഫറൻസ് കൊടുക്കാൻ. അടുത്തത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 to 23 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് 2/1/2003 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവർ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC ST കാറ്റഗറിയിൽ 5 വർഷം വരെയും OBC കാറ്റഗറിക്ക് 3 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. 10th പാസ്സായ എല്ലാവർക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സ്, SC ST എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലായിരിക്കും ലഭ്യമായിരിക്കുക. അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതം ലഭിക്കും. അതുപോലെ ഓരോ നെഗറ്റീവ് മാർക്കിനും 0.25 മാർക്ക് വെച്ച് കുറയുകയും ചെയ്യുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. അവസാനമായി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ 24 മിനിറ്റ് റണ്ണിങ്ങും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ 8.5 മിനിറ്റിൽ റണ്ണിങ്ങുമാണ് ഉള്ളത്. അപ്പോൾ ഈ SSC GD 2026 നോട്ടിഫിക്കേഷനെ പറ്റിയോ അപ്ലിക്കേഷനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്